തലമുടി നല്ല കരുത്തോടെ കൂടിയിട്ട് വളരാനായിട്ടുണ്ടല്ലോ, ഉലുവ വെച്ചിട്ട് നല്ലൊരു ഉലുവ ജെൽ ഉണ്ടാക്കിയെടുത്താലോ ഒരു 2 മാസം ഇരുന്നാലും ഇത് കേട് വരത്തില്ല കേട്ടോ. നമുക്കിത് ഇങ്ങനെ തലമുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, മുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും, നല്ല ഉള്ളോടുകൂടി മുടി വളരും. കുട്ടികൾക്കും തേച്ച് കൊടുക്കുക, ആഴ്ചയിൽ ഒരിക്കൽ കേട്ടോ. നല്ല നമുക്ക് ഏകദേശം ഒരു 2 മാസമുള്ള ഫ്രിഡ്ജിൽ ഇരുന്നാലും കേട് വരത്തില്ല. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ സ്കിന്നിൽ തേച്ച് കൊടുക്കാനാണെങ്കിലും നല്ലതാണ്. നല്ല ഗ്ലേസിങ് കിട്ടും സ്കിന്നിന് കേട്ടോ. നല്ല അലോവേരയുടെ ജെൽ നമ്മൾ സ്കിന്നിൽ തൂക്കുമ്പോൾ ഉള്ള ആ ഒരു അതേ എഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ നല്ലതാണ്. തലമുടി നല്ല രീതിയിൽ തന്നെ ഉള്ളോട് കൂടി വളരും. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കോ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഉലുവ 2-3 സ്പൂണോളം ഉലുവ നിങ്ങൾ എന്തോരാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പം ഞാൻ 3 സ്പൂണിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പം അത്യാവശ്യം ഒരു മാസം 1.5 മാസത്തോളം അതിരിക്കും കേട്ടോ. അപ്പം ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എള്ളാണ് കേട്ടോ. എള്ള് നിങ്ങൾക്ക് അറിയാമല്ലോ, എള്ള് നമുക്ക് അകത്തോട്ട് കഴിക്കാൻ നല്ലതാണ് മുടി വളരാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് എള്ളെണ്ണാന്നൊക്കെ കേട്ടില്ലേ, മുടിക്ക് നല്ല കറുപ്പും കിട്ടും. അപ്പം എള്ള് കുറച്ചെടുക്കുക. ഈ കാണുന്ന എള്ളല്ല, എള്ള് പോലെ തന്നെ ഇരിക്കുന്നത് നമ്മുടെ കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം കുട്ടികൾക്ക് നീർക്കെട്ടും വീഴത്തില്ല. കരിഞ്ജീരകം എണ്ണാന്ന് കേട്ടിട്ടില്ലേ, നല്ല രീതിയിൽ തന്നെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും. അകാലനര മാറാനായിട്ടൊക്കെ കരിഞ്ജീരകം നല്ലതാണ്, മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ. അപ്പോൾ ഈ കരിഞ്ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് തേക്കാൻ നീർക്കെട്ടും വീഴത്തില്ല. അതേസമയം കരിഞ്ജീരകം മുടി വളരെ നല്ലതായതുകൊണ്ട് അത് നമുക്ക് ഇരട്ടി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന എള്ളും കരിഞ്ജീരകവും ഉലുവയും കൂടെ കൂടിയിട്ട് നമുക്ക് ഏകദേശം പിന്നെ വെക്കുന്നതെങ്കിൽ നാളെ ആയിട്ട് നമുക്ക് എടുക്കാവുള്ളൂ. അതായത് ഒരു ദിവസം കുതിർത്തി വെക്കണം കേട്ടോ. ആ കുതിർത്തി വെക്കുമ്പോഴാണ് എള്ളിൻ്റെയും നമ്മൾ കരിഞ്ജീരകത്തിൻ്റെയും ഉലുവയുടെയൊക്കെ സത്ത് നല്ല രീതിയിൽ തന്നെ ഇളകി വരുള്ളൂ. അപ്പോൾ ഞാൻ വൈകുന്നേരം കുതിർക്കാൻ വച്ചു. പിറ്റേന്ന് രാവിലെ ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നോക്കിക്കുക, നല്ല കോഫി കളർ പോലെ തന്നെ വെള്ളം കണ്ടോ, നല്ല കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ വെള്ളം ഉണ്ടോ. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി വളരും കേട്ടോ. അപ്പം ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർത്തി എടുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് ജെല്ലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളോർക്കും അരച്ചെടുത്തിട്ട് അങ്ങ് നേരെ തേക്കാമെന്ന്. പക്ഷെ അതങ്ങനെയല്ല, നന്നായിട്ട് തുണിയിൽ അരിച്ചെടുത്താലാണ് നല്ല ഒറിജിനൽ നമുക്ക് ഈ ഉലുവ ജെല്ല് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഉലുവ ജെല്ലൊക്കെ കടയിൽ സെയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അത് കെമിക്കലൊക്കെ ചേർന്നിട്ടായിരിക്കും കേടാവാതിരിക്കാനായിട്ട്. നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്താലും 2 മാസം ഇരിക്കും. അതാ നമുക്ക് കേടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ അരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഷിഫോണിൻ്റെ ഷോളിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ അമ്മമാരുടെ സാരിയുടെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോട്ടോ. കീറി എടുത്തിട്ട് എന്നെ പറയരുത് സാരി പോയി എന്ന് പറഞ്ഞിട്ടോ. നമ്മൾ ഷോളിൻ്റെ കഷ്ണം പഴയതൊക്കെ എടുക്കുന്നില്ലേ, അതെടുത്താൽ മതി. ഷിഫോണിൻ്റെ കേട്ടോ, ഷിഫോണിൻ്റെ തന്നെ എടുക്കുക, കോട്ടൻ്റെ എടുക്കരുത്. നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷോളിൻ്റെ കഷ്ണത്തിലേക്ക് നമ്മൾ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നിട്ട് ഞൊലച്ച് കൊടുക്കണേ. ജെല്ല് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് ഇത്തിരി വെള്ളം നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് ഒന്ന് ഇതുപോലെ നാക്കി കൊടുത്തിട്ട് കൂട്ടി പിടിച്ചെടുത്തതിന് ശേഷം കൂട്ടി പിടിച്ചെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പയ്യെ പിഴിഞ്ഞെടുക്കാം. നിങ്ങളോർക്കും ഇപ്പം തന്നെ അങ്ങോട്ട് ജെല്ല് കിട്ടുന്നത്. ഏകദേശം ഞാനൊരു ഏകദേശം 1/2 മണിക്കൂർ നേരം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചാണ്ട് ഇത് ഇത്രയും ജെല്ല് ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എടുക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട, കുറച്ച് മെനക്കിടണം. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കും തോറും ഇതിനകത്ത് ജെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ജെല്ല് ചാടി വരുന്നില്ലെങ്കിൽ ഒരു ഇത്തിരി വെള്ളത്തിൽ ഒന്ന് തുണി മുക്കിയതിന് ശേഷം ഒന്നും കൂടി ഞെരടി ഇതിനകത്ത് ഇങ്ങനെ ജെല്ലിങ്ങനെ വേർതിരിച്ച് നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഒരു ഇത്തിരി ഇതുപോലെ വരുള്ളൂ. 10 വരെ നമുക്കിങ്ങനെ ജെല്ലിനകത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളോർക്കും ഇതിനകത്തിന് ജെല്ലില്ലെന്ന്, പക്ഷെ നമുക്കത് നമ്മളത് ഓർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ജെല്ല് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ ഒരുപാട് ജെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ജെല്ല് തീർന്ന് ലാസ്റ്റ് ആകുമ്പം നമുക്ക് ഒട്ടും തന്നെ ഇല്ലാണ്ട് ആ ഒരു തുണിക്കകത്ത് ഒരു നുള്ളായിട്ട് വരത്തുള്ളൂ. അതിൻ്റെ ചണ്ടി ഇതുപോലെ ചണ്ടി എന്നാണ് നിങ്ങൾ പറയണേ. അപ്പോൾ ഈ സാധനം ഇത്ര ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് കളയാട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടി എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ശരിക്കും ജെല്ലി പരുവത്തിൽ കിട്ടും. ഈ കറ്റാർവാഴ ജെല്ലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങത്തില്ലേ, അതിൻ്റെ അതേ പരുവത്തിലുള്ള ഒരു ജെല്ലായിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ ജെല്ല് നമുക്ക് 2 മാസത്തോളമൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഉണ്ടല്ലോ, നമ്മുടെ മുടിക്ക് നല്ലതാണ് കേട്ടോ. മുടിക്ക് നല്ലതാണ്, അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് നല്ലതാണ് വൈറ്റമിൻ ഇ. അപ്പം അതിൻ്റെ ക്യാപ്സൂൾ നമുക്ക് മെഡിക്കൽ സ്റ്റോർ വാങ്ങാൻ കിട്ടും, വലിയ വിലയൊന്നുമില്ല. അപ്പോൾ നിങ്ങളത് വാങ്ങുക. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് ചിലപ്പോൾ കുപ്പിയിലായിട്ട് കിട്ടുന്നുണ്ട്, ഇങ്ങനെ ക്യാപ്സൂളായിട്ടുള്ളതുണ്ട്. അപ്പോൾ ക്യാപ്സൂളാണെങ്കിൽ 1-2 ക്യാപ്സൂൾ പൊട്ടിച്ചിടാം. അതുണ്ടല്ലോ നമുക്ക് സ്കിന്നിൽ പിരികത്തൊക്കെ തേച്ച് കൊടുക്കട്ടെ. മുടിക്ക് നല്ല കട്ടിക്ക് വരാനൊക്കെ ആയിട്ടും മുടിക്ക് നല്ല ഒരു തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുടിക്ക് മാത്രമല്ല, നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഫേസിൽ കറ്റാർവാഴ ജെല്ലിൻ്റെ അതേ വൈറ്റമിൻ ഇ ഉണ്ടല്ലോ, കറ്റാർവാഴയിലുള്ള അതേ വൈറ്റമിൻ ഇ നമ്മുടെ ഈ ക്യാപ്സൂളിലുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സ്കിന്നിന് നല്ലതാണ്. അപ്പം അതും കൂടെ കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇതുപോലെ ചെറിയൊരു ടിന്നിലോ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ കുളിക്കുന്നതിന് നമുക്കൊരു 1/2 മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് നേരം മുൻപ്
നമുക്കൊരു കയ്യിൽ ഒരു സ്പൂൺ എടുത്തതിന് ശേഷം കയ്യിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം തലയിൽ ഇത്തിരി ഒന്നുള്ള എണ്ണ വേണ്ടി തേക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് തലയിൽ തേച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുളിക്കാൻ കയറിയിട്ട് സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. നമുക്ക് താരം മാറാൻ നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്, മുടിക്ക് നല്ല കറുപ്പും കിട്ടും, തിളക്കവും കിട്ടും. അപ്പം ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. വേറെ ഒരു കെമിക്കലോ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ല. സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം. കുട്ടികൾക്ക് തേക്കുമ്പം ഒരുപാട് നേരം തേച്ച് പിടിപ്പിക്കേണ്ട, കുട്ടികൾക്ക് നേരെ തേക്കുക. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് നേരം കുട്ടികൾക്ക് തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ സ്കിന്നിൽ തേക്കാം കേട്ടോ. കുളിക്കാൻ നേരത്തെ വേണമെങ്കിൽ മുഖത്തൊക്കെ തേക്കുകയാണെങ്കിലും സ്കിന്ന് ഗ്ലോ ആവാനൊക്കെ ആയിട്ട് നല്ലതാണ്. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളൊക്കെ ചേർന്നേക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടുണ്ടാക്കി എടുക്കാവുന്നല്ലേ ഉള്ളൂ. നമുക്ക് ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു നുള്ളെടുത്ത് മാറ്റി വെച്ചിട്ട് തണുപ്പാറിയതിന് ശേഷം മാത്രം തലയിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാവേ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാവേ. ബൈ.